27 നടന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ പദ്ധതികൾ മെഡിക്കൽ കോളേജ് പൂർണ്ണതയിലെത്തിക്കാൻ പൂർണ്ണതയിലെത്തിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുവെങ്കിൽ ഈ സമരത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സർക്കാർ ഈ സമരത്തിലൂടെ എന്താണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് 29 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും പറയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, ജനത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആയിരങ്ങൾ കൂടിയത്. ഇനിയും കൂടുതൽ, ഇനിയും സമരങ്ങൾ നടക്കും. എത്ര വ്യക്തിഹത്യകൾ ചെയ്താലും, എത്ര ക്രൂശിച്ചാലും ഇനിയും ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാകും. 100% പാർട്ടിയുടെ ബാനറില്ലാതെ ജനം ഇവിടെ തടിച്ചു. നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ കാസർഗോഡ് ജനതയുടെ പോരാട്ടം. 3 വർഷമായിട്ടും പണി തീരാത്ത മെഡിക്കൽ കോളേജ്, അത് ഈ കാസർഗോഡിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ ബേക്കലും അതുപോലെ കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇടപെട്ടപ്പോൾ നമുക്ക് ശരിക്കു പറഞ്ഞാൽ ലോക ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. 13 വർഷമായിട്ട് പണി തീരാത്ത, എല്ലാവരും പിന്നോക്ക ജില്ലയെന്ന് വിളിക്കുമ്പോൾ ആ പിന്നോക്ക ജില്ലയെ മുന്നോട്ടെത്തിക്കാൻ വേണ്ടി അധികാരികൾ ശ്രമിക്കാത്തൊരു ജില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ 13 വർഷമായിട്ടും തറക്കല്ലിട്ടിട്ട് ഒരു മാറ്റവും സംഭവിക്കാത്ത മെഡിക്കൽ കോളേജ്. ഒരു ചെറിയൊരു കഥ പറയാം. കഴിഞ്ഞ വർഷം ഒരു ക്ലീനിങ് ചെയ്യുന്ന സ്ത്രീ മെഡിക്കൽ കോളേജ് പരിസരം, ആ സ്ത്രീക്ക് അവിടെ വെച്ച് പാമ്പ് കടിയേൽക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആ സ്ത്രീയെ കൊണ്ടുപോയത് ജനറൽ ആശുപത്രിയിലേക്കാണ്. നമ്മളുടെ ഒരു ഗതികേടാണിത്, കാസർഗോഡിൻ്റെ ഗതികേട്. മെഡിക്കൽ കോളേജിൽ പണിയെടുക്കുമ്പോൾ അവിടെ നിന്ന് പാമ്പ് കടിയേറ്റ് ജനറൽ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ. ഇത് കാസർഗോഡിന് മാത്രമുള്ളതാണ്. ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നത്? മംഗലാപുരം ലോബിയാണോ? എന്നാൽ ഈ ജനകീയ സർക്കാരിന് എന്ന് വിളിക്കുന്ന ഈ ജനകീയ സർക്കാരിന് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുമ്പോൾ ആ മംഗലാപുരം ലോബിയെ ഒതുക്കാനോ അല്ലെങ്കിൽ മംഗലാപുരം ലോബിയെ കൺട്രോൾ ചെയ്യാനോ ഈ സർക്കാരിന് എന്താ കെൽപ്പില്ലേ? കാസർഗോഡ് ജില്ലയുടെ തീരാവേദനയായി മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മാത്രമേ ഈ അധികാരികൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ വോട്ട് ചോദിച്ചിട്ട് കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങാവൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നന്ദി. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Golden Diamonds. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.